ബി സിറ്റിംഗ് ആൻഡ് വാച്ചിങ് ദിസ്. അവളുടെ വീട്ടിൽ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായി ഇരുന്ന് മെമ്മറീസ് ഒക്കെ റീകളക്ട് ചെയ്യുമ്പോൾ അവൾ ഈ വ്ളോഗും കൂടെ അവളുടെ വീട്ടിലെ ഹാളിൽ ഇരുന്നുകൊണ്ട് കാണുന്നുണ്ടാവും ടി വിയിൽ. ബാംഗ്ലൂരാണെന്ന് മനസ്സിലാക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല. പുള്ളി എന്നെ കൊല്ലും ഇത് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സുട്ടിടുവേ എന്നാൽ കുഴപ്പമില്ല. ഞാനിപ്പോ ബാംഗ്ലൂരേക്ക് പോവാണ്. ഓട്ടോറിക്ഷയില് ഒരു ലോറിയില് ഒരു വലിയ കട്ടിലെടുത്തോണ്ട് പരിപാടിന്റെ അന്ന് ബിഗ് ബോസ് എന്നാലും മിസ് ചെയ്യില്ല. ഇങ്ങനെ എല്ലാ പരിപാടിക്കും മുന്നേ ഉണ്ടാവും ഇങ്ങനെ നമ്മൾ വിചാരിക്കാത്ത ചില ട്വിസ്റ്റ്. Please welcome the star Monisha Menon with a huge round of applause, ladies and gentlemen. ഹലോ, ഗുഡ് മോർണിംഗ്. സൗണ്ടിനൊക്കെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും, ഒന്നുമില്ല, കുറച്ചൊന്ന് പെട്ടുപോയത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാനും ഇതാക്കിയിട്ടും. പക്ഷെ ഇപ്പം ഗെറ്റിംഗ് ബെറ്റർ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ലാസ്റ്റ് വ്ളോഗ് അമ്മയുടെ അരങ്ങേറ്റമായിരുന്നു. അതിനുശേഷം ഷോപ്പിംഗ് ഇത് ഹാൾ ഇട്ടു. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരാൻ പോകുന്ന വ്ളോഗ് ചിലപ്പം എല്ലാവർക്കും എനിക്കറിയില്ല എത്ര പേർക്ക് ഈ വ്ളോഗ് കാണാൻ താല്പര്യം ഉണ്ടാവുന്നൊന്നും. പക്ഷേ ഐ വോണ്ട് കീപ് ദിസ് റൈറ്റ് ഹിയർ ബിക്കോസ് ദിസ് ഇസ് സ്പെഷ്യൽ ടു മീ ഫോർ സോ മെനി റീസൺസ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അരങ്ങേറ്റമാണ്. അതെ, അമ്മയുടെ അരങ്ങേറ്റം ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അരങ്ങേറ്റം എന്താണ് ഈ സംഭവിക്കുന്നത്? ഞാനിങ്ങനെ വിചാരിക്കും ചില സമയത്ത്, ഇത് യൂണിവേഴ്സ് എനിക്ക് തരുന്ന സൈൻ ആണോ? നീയും ഇതുപോലത്തെ കുറച്ച് പാഷനൊക്കെ ഫോളോ ചെയ്ത് കുറച്ച് കാര്യമായിട്ട് ഡാൻസ് ഒക്കെ മുന്നിൽ കൊണ്ടുപോകേണ്ട സമയമായി എന്നുള്ള യൂണിവേഴ്സ് സൈൻ ആണോ എന്ന് ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട്. അത് നിങ്ങൾ പറയൂ, അത് യൂണിവേഴ്സ് സൈൻ ആണോ അല്ലയോ എന്നുള്ളത്. അപ്പൊ ഞാനിപ്പോൾ പോകാൻ പോണത് ബാംഗ്ലൂരാണ്. അപ്പം എന്നെ അറിയുന്നവർക്കറിയാം, എൻ്റെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റി 3 വർഷം ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നപ്പം വീട്ടിൽ നിന്ന് ആദ്യമായി മാറി ബാംഗ്ലൂരിൽ താമസിക്കാൻ തുടങ്ങിയപ്പം എൻ്റെ സ്വന്തം വീട്ടുകാരായി മാറിയത് എൻ്റെ കൂട്ടുകാരാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ടേക്ക് അവേ എൻ്റെ ബാംഗ്ലൂരിലെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ ഞാൻ കൊണ്ടുവന്ന ആളാണ് മോനിഷ മേനോൻ. അപ്പം ഇതിന് മുമ്പുള്ള വ്ളോഗ്സിലൊക്കെ അമ്മയും ഞാനും ചിന്നും ഒക്കെ ആയിട്ടുള്ള ചാലഞ്ചസിലൊക്കെ നിങ്ങൾ ഈ പേര് കേട്ടിട്ടുണ്ടാവും. അതായത് അവൾ എത്രത്തോളം എനിക്ക് സ്പെഷ്യൽ ആണെന്നുള്ളത്. അപ്പം അവൾ കഴിഞ്ഞ ഒരു ഓൾമോസ്റ്റ് 8 to 10 years ആയിട്ട് അവിടെ ഒരു അമേരിക്കൻ ഫൈനാൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. നല്ല കിടിലൻ ജോബൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. പക്ഷെ ആള് വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഡാൻസറാണ്. ഞങ്ങൾ ഒരുമിച്ച് ഇഷ്ടം പോലെ ഡാൻസ് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനും മോനിഷയും പണ്ട് ഒരുപാട് സ്റ്റേജസ് കോളേജിൽ ഒരുമിച്ച് ഡാൻസ് കളിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒന്നും ഒറ്റ വീഡിയോ ഞങ്ങളുടെ കയ്യിലില്ല. കാരണം ആ സമയത്ത് ഈ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ഈ വീഡിയോ എടുത്ത് വെക്കുക എന്നുള്ളതൊന്നും നമ്മുടെ മനസ്സിൽ വരാറേ ഇല്ല. ഇതെൻ്റെ ഒരു കോളേജ് പ്രൊജക്റ്റിന് വേണ്ടിയിട്ടേ നമ്മളെ കോളേജിൻ്റെ അടുത്തുള്ള ഒരു സ്ലം സ്ട്രീറ്റിൽ നിന്ന് കുറേ പിള്ളേർ ഞാനൊരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് കോളേജിലേക്ക് എപ്പോഴും വിളിക്കുമായിരുന്നു കേട്ടോ. അവർ ഭയങ്കര അടിച്ച് പൊളിക്കാൻ വേണ്ടി വരും. ഞാനും മോനിഷയായിരുന്നു അവിടുത്തെ എൻ്റർടൈനേഴ്സ്. അവർ കൂടെ ഡാൻസ് കളിക്കാനും അവർക്ക് ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കാനും നമുക്കും ഹോസ്റ്റലിൽ ഇരിക്കുമ്പോൾ ഒരു ടൈം പാസ്, അവർക്കൊരു സന്തോഷം. ഇതൊക്കെ തന്നെ ആരോ ഷൂട്ട് ചെയ്തിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വീഡിയോ ഇതൊക്കെയായിരുന്നു. പക്ഷേ ഇത് കാണുമ്പോൾ ബ്ലർ ആണെങ്കിലും ഇതിൽ മെമ്മറീസ് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഏറ്റവും സ്വീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് നമുക്ക് ഓർമ്മയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ എനിക്ക് എൻ്റെ കോളേജ് മെമ്മറീസിൽ വീഡിയോ ആയിട്ട് കയ്യിൽ. അപ്പോൾ ഐ നെവർ ന്യൂ ദിസ് വാസ് ഗോൺ ഹാപ്പൻ വൺ ഡേ, വിച്ച് ഈസ് അവളുടെ ഭരതനാട്യവും ഒക്കെ പൊടി തട്ടി എടുത്ത് ഇപ്പോൾ ഒരു സോളോ കോൺസേർട്ട് നടത്താൻ പോവാണ് ബാംഗ്ലൂരിൽ. ആൻഡ് ഒരുപാട് വർഷങ്ങളുടെ മെനക്കേടും ആഗ്രഹവും ഒക്കെയാണ് സഫലീകരിക്കാൻ പോണത്. സോ ഇറ്റ്സ് ഹാപ്പനിങ് ഇൻ ബാംഗ്ലൂർ. അവളുടെ അരങ്ങേറ്റത്തിന് വേണ്ടി ഞാൻ പോവാണ്. ആൻഡ് ഐ എം ഗോയിങ് ടു ബി ഡൂയിങ് ദ ഈവൻറ്റ് അലോങ് വിത്ത് ഹർ ബ്രദർ. അപ്പം എനിക്കിതൊരു ഫോർമൽ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. ഇത് എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം അങ്ങനെയും പോലും എനിക്ക് തോന്നുന്നില്ല. ഇത് ഞാനേ ചെയ്ത് പറ്റൂ, വേറെ ആര് ചെയ്യാൻ അവക്ക്. അപ്പം സോ എനിവേ യു ഗോട്ട് ടു സീ സം ഓഫ് ദാറ്റ് വിശേഷം. അപ്പം ഇന്നിപ്പോൾ തക്കിട്ടും വിശ്വാനൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്തൊക്കെ ഒരു ബൈ പറഞ്ഞ് ഇനി ഒരു 2 ദിവസം ഞാൻ ബാംഗ്ലൂരിലായിരിക്കും. ബൈ. എന്നെ മിസ് ചെയ്യോ? വെറുതെ ഓറക്കല്ലേ? കമ്മിങ് വരുന്ന? ഓക്കെ, പൊട്ടിക്കാത്തിരുന്നോ? പോയിക്കോ. അപ്പൊ എന്നാ ഞാൻ പോയിച്ചു വരുന്നു. ഓക്കെ, സീ യു ഇൻ 2 days. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഡാൻസ്. യെസ്, ഡൺ. പൂജയുടെ അടുത്തും പറയാം. ഓക്കെ, ഓടോ പ്ലീസ് പ്ലീസ് പ്ലീസ്. ഞാൻ വേഗം വരാം. മറ്റന്നാൾ നമ്മളേക്ക് ഐ ബി റൈറ്റ് ഹിയർ. ഓക്കെ ഓക്കെ, അതിൻ്റെ ഉള്ളിൽ കയറാൻ. ഓക്കെ ബൈ. എന്റെ വണ്ടി വിളിക്കുന്നതാ.
അപ്പൊ ഞാൻ വണ്ടി കയറി. അപ്പൊ നേരത്തെ ഞാൻ വിഷ്ണുവിനോട് എന്തിനാ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വിഷ്ണുവിന്റെ ഹോസ്പിറ്റൽ ആനിവേഴ്സറി ആണ്. അപ്പം അതുകൊണ്ട് അവര് സ്റ്റാഫൊക്കെ കൂടി ഒരു ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ പ്രാക്ടീസ് ആയിട്ട് കുറച്ച് ദിവസമായിട്ട് വീട്ടില് പുള്ളി എന്നെ കൊല്ലും ഇത് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സുട്ടിടുവേ എന്നാൽ കുഴപ്പമില്ല, ഞാനിപ്പോൾ ബാംഗ്ലൂരേക്ക് പോവാണല്ലോ. അപ്പോൾ അതേപോലെ തക്കിട്ടുവിൻ്റെ സ്കൂളിലും ഒരു ടാലൻറ്റ് ഷോ ഉണ്ട്. അപ്പോൾ അതിനും അവൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ മൊത്തത്തിൽ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് രണ്ടുപേരുടെ ഡാൻസ് ഓക്കെ നെക്സ്റ്റ് പറഞ്ഞുകൊണ്ട് ഇവിടെ 2-3 ദിവസമായിട്ട് അങ്ങനെയായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ മോനിഷയുടെ ഡാൻസ് പ്രാക്ടീസ് അവിടെ തകൃതയായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സോ മൊത്തത്തിൽ ഡാൻസ് എനിക്ക് ചുറ്റുമുണ്ട്, ഞാൻ മാത്രമാണ് അതിലേക്ക് പോവാത്തത് കുറച്ച് നാളായിട്ട്. അപ്പം എനിവേ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അവൾക്കും ഒരുപാട് കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ രണ്ടുപേരും ഗൾഫ് ബേബീസാണ്. അപ്പം പണ്ട് മുതൽ നമ്മൾക്ക് കിട്ടിയ എക്സ്പോഷർ ടുവേർഡ്സ് ഡാൻസ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു. പക്ഷേ അത് ഉള്ളിൽ ആ ഒരു ഫയർ ചിലർക്ക് മാത്രമേ അത് വർഷങ്ങളായിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ട് അതിൽ ഒന്ന് നെക്സ്റ്റ് മൈൽ സ്റ്റോൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ഒരാളാണ് അവൾ. ആൻഡ് ഐ എം സോ പ്രൗഡ് ഓഫ് ഹർ. അപ്പോൾ ഷീ മസ്റ്റ് ബി സിറ്റിംഗ് ആൻഡ് വാച്ചിങ് ദിസ്. അവളുടെ വീട്ടിൽ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായി ഇരുന്ന് മെമ്മറീസൊക്കെ റീകളക്ട് ചെയ്യുമ്പോൾ അവൾ ഈ വ്ളോഗും കൂടെ അവളുടെ വീട്ടിലെ ഹാളിൽ ഇരുന്നുകൊണ്ട് കാണുന്നുണ്ടാവും TV-യിൽ. അപ്പോൾ എനിക്ക് നിന്നോട് ഒരു കാര്യമേ പറയാനുള്ളൂ, ഞാൻ നിന്നെ കൊണ്ട് തോറ്റു, നീ അത്രയും സൂപ്പറാ. അപ്പം എന്തായാലും ഇനി ബാംഗ്ലൂർ പോയിട്ട് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാം. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞ ഉടനെ ഒരു ഊബർ ബുക്ക് ചെയ്ത് കയറി. പക്ഷേ ബാംഗ്ലൂരാണെന്ന് മനസ്സിലാക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇവിടെ വരുമ്പോൾ ഫീൽ ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഒരു ഊബർ പ്രീമിയം ബുക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ ചില സമയത്ത് വരുന്നതൊക്കെ വളരെ മോശം അവസ്ഥയിലുള്ള വണ്ടികളാണ്. അത് എന്തുകൊണ്ടാണ് ഇവിടുത്തെ ആൾക്കാർക്ക് അത് വലിയൊരു പ്രശ്നമല്ലാത്തതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതാണ് ബുക്ക് ചെയ്തത്, എനിക്ക് വേറെ വണ്ടി വേണം എന്നും കൂടെ പറയാനുള്ള ഗ്യാപ്പ് അവിടെ നിന്ന് കിട്ടുന്നില്ല. കാരണം ലൈനായിട്ട് ഓരോ വണ്ടികൾ വരുമ്പോൾ നമ്മുടെ അടുത്ത് കയറാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പെട്ട അവസ്ഥയിലാണ് ഞാൻ അകത്തേക്ക് കയറിയത്. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഇരിക്കുന്ന വണ്ടിക്കകത്ത് മുമ്പിൽ ഹെഡ്ലൈറ്റ് ഇല്ല, അടിച്ച് പൊളിഞ്ഞിരിക്കുകയാണ്. ഫ്രണ്ടില് വാതിലെന്ന് പറയുന്നത് പൊട്ടിയിരിക്കുകയാണ്. ശരിക്കും എനിക്ക് തിരിച്ച് കാണിക്കണമെന്നുണ്ട് ക്യാമറ, പക്ഷേ ഞാനതിപ്പോൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന വേറൊന്നുമില്ല, ഈ ആപ്പിനകത്ത് തന്നെ എൻ്റെ ഡെസ്റ്റിനേഷൻ എത്തിയതിന് ശേഷം കംപ്ലൈൻറ്റ് റേസ് ചെയ്യാനേ ഉള്ളൂ. നമ്മൾ ഒരു 1.5 മണിക്കൂർ യാത്രയാണ് എയർപോർട്ടിൽ നിന്ന് അവളുടെ വീട്ടിലേക്ക്. പക്ഷേ വേറൊരു ട്രാജഡി എന്താണെന്ന് വെച്ചാൽ ഞാനൊരു 20 മിനിറ്റോളം ഇദ്ദേഹത്തിനോട് പറഞ്ഞു എന്നാ AC ഒന്ന് ഓൺ ചെയ്യുമെന്ന്. പക്ഷെ ചെയ്യാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ, പക്ഷെ സംഭവം നടക്കണില്ല. അവസാനം ഞാൻ ഈ ജനലുകൾ എല്ലാം എൻ്റെ സ്വന്തം ഇതിൽ ഞാൻ അടച്ചുകൊണ്ടേയിരുന്നു, അങ്ങനെയൊക്കെ അങ്ങനെയെങ്കിലും മനസ്സിലാവാൻ. പക്ഷേ അത് കഴിഞ്ഞ് ഓൺ ചെയ്തു. പക്ഷെ ഇപ്പം എന്താ സംഭവം എന്നറിയോ, അത് വർക്ക് ചെയ്യുന്നില്ല ഗൈസ്. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇറങ്ങി ഓടാൻ പറ്റൂല. ഇത് കേരളമല്ല, കർണാടകയാണ്. എത്രയും പെട്ടെന്ന് അവിടെ എത്തി AC ഒന്ന് ഓണാക്കി കിടക്കണം എന്നാണ് ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത്. സോറി ഗൈസ്, ഞാൻ ഇവിടെ കണ്ട ആക്രാന്തത്തിൽ ഞാൻ വീഡിയോയുടെ കാര്യം മറന്നുപോയി. കണ്ട കാലിൽ ഇപ്പോഴേ ചിലങ്കകൾ അണിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അത് അവളുടെ ഡാൻസ് ടീച്ചർ പൂജ, നിങ്ങൾ എന്റെ കഴിഞ്ഞ വ്ളോഗിൽ കണ്ടിരുന്നു, പൂജ ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോ എങ്ങനെയുണ്ട്, എന്താണ് മാനസികാവസ്ഥ? ഓ ബൈ ദ വേ, ഇതാണ് അവളുടെ വീട്. ഞാനാണ് ഈ ഫ്ലാറ്റിൽ, ഇത് എൻ്റെ 2ാമത്തെ പ്രാവശ്യമാണ്. ആക്ച്വലി എൻ്റെ ഊബർ ഡ്രൈവറിനോടുള്ള ചെറിയൊരു വിഷമം കാരണം ഞാൻ ആകെ ഫ്രഷ് ആയിട്ടുണ്ട്. എന്നിട്ട് ഇടയ്ക്ക് ഞാൻ വിൻഡോ എല്ലാം തുറന്നിട്ടിരുന്നു, കാറ്റൊക്കെ അടിച്ച് ഞാൻ നോക്കിയായി. പിന്നെ ഞാൻ പുറത്തിറങ്ങി ഉടനെ ഇവള് എന്റെ കണ്ണാടിന്റെ അവിടെ വന്നിട്ടുണ്ട് ടുക് 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 ആക്കുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് ബെല്ലടിച്ച് നീ തുറക്കുമ്പോ നിന്റെ റിയാക്ഷൻ എല്ലാം എടുക്കാന്ന്. ഒന്നും നടന്നില്ല. ഞാൻ കുറച്ച് പേടിച്ചു പോയി. എടാ കറക്റ്റ് 2 മണിക്കൂറാണ് എടുത്തത്. 11 o'clock ഞാൻ കയറി, 1 o'clock എത്തി. അതെ സത്യം. ഓ മൈ ഗോഡ്, കാണിട്ട് ഇമാജിൻ. അപ്പൊ നാളെ ഇതേ സമയം, ഓ മൈ ഗോഡ്, ഇതേ സമയം അവൾ റെഡി ആവാൻ പോയിട്ടുണ്ടാവും അല്ലേ നീ ഈ ടൈം ആകുമ്പോഴേക്ക്. ഇതേ സമയം ഞാൻ ഇവിടെ സാരി ഉടുത്തുകൊണ്ട് ഇവളുടെ പരിപാടിയുടെ കാര്യങ്ങളൊക്കെ റിഹേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും.
എല്ലാരും ഹൈപ്പ് ചെയ്യുന്നിട്ട് എനിക്ക് അത് കണ്ടിട്ടാണ് ടെൻഷൻ. ഞാൻ പോയി കളിച്ചിട്ട് ഇവള് കോസ്റ്റ്യൂം ചെയ്തത് അരുണേട്ടനാണ്. അപ്പൊ അരുണേട്ടനും ഇന്ന് സർപ്രൈസ് ആയിട്ടുണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു പറയുന്നത് ഞാനും വരുന്നുണ്ട്. അങ്ങനെ അതൊരു വലിയ സർപ്രൈസ് ആയി പോയി. അപ്പൊ വിചാരിക്കാത്ത ആൾക്കാര് കുറച്ചുപേരൊക്കെ വരുന്നുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇൻവൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത്രയും എനിക്ക് വേണ്ടിട്ട് കൊച്ചിയിൽ കേറി ബാംഗ്ലൂരിൽ വരുന്നൊക്കെ അല്ലേ, അതാണ് നിന്നോടുള്ള. ആക്ച്വലി അരുൺ ചേട്ടനില്ലേ തക്കിട്ടൂന്റെ ഡാൻസ് ഡ്രസ് ചെയ്തിട്ടുണ്ട്, എന്റെ ഡാൻസ് ഡ്രസ് ഉണ്ട്. കഴിഞ്ഞ വർഷം ആസ്റ്ററിന് വേണ്ടി വിഷ്ണുവിന്റെ ഗ്രൂപ്പ് ഡാൻസ് ചെയ്തില്ലേ, അതിന്റെ ഡ്രസ് കംപ്ലീറ്റ് അരുൺ ചേട്ടനാണ്, ഫുൾ ഗ്രൂപ്പിന്. ഇപ്പൊ നിനക്ക് സോ ഹീസ് ബീൻ ലൈക് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് എന്നെ ചുറ്റുള്ളവരുടെ ഡാൻസ് കോസ്റ്റ്യൂംസ് ആയിട്ട്. എന്റെ ഫസ്റ്റ് കോളാണ് ഡാൻസ് കോസ്റ്റ്യൂമിന് വേണ്ടിയിട്ട്. സോ നാളെ നിങ്ങക്ക് കാണാൻ പറ്റും ഇവളുടെ ലുക്ക് എങ്ങനെ, എന്താണ് ഇവളുടെ ഔട്ട്ഫിറ്റ് എന്നൊക്കെ. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് സിനിമയൊക്കെ കണ്ട് നല്ല ഹോം മെയ്ഡ് ഫുഡൊക്കെ കഴിച്ച് മോനിഷയുടെ ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വന്നു. നമ്മൾ സൈഡായിരിക്കാണ്. ഇവള് ചോറും രസവും ബീൻസ് ഉപ്പേരി എന്ന് പറഞ്ഞ ഒരു പെരുമ്പാമ്പ് പോലത്തെ ഒരു പ്ലേറ്റിൽ എനിക്ക് തന്ന് ഞാനിവിടെ സൈഡായി. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മൾ പ്രൊഡക്റ്റുമായിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു. നാളത്തെ ഇവളെ പരിപാടിക്ക് വേണ്ടിയിട്ട് എൻട്രൻസിൽ വെക്കേണ്ട ഒരു ചെറിയൊരു സംഭവം ഒക്കെ ഉണ്ട്. അതൊക്കെ ഡാൻസ് ക്ലാസ്സിൽ പോയി കളക്ട് ഒക്കെ ചെയ്ത് വന്നപ്പോഴാണ് മനസ്സിലായത് അത് നമ്മള് കൊണ്ടുവന്ന രീതി ഉണ്ടായിരുന്നു. അത് എന്റെ കയ്യിൽ നടരാജൻ ഉണ്ടായിപ്പോയി, അല്ലെങ്കിൽ ഞാനത് വീഡിയോ എടുത്ത് കാണിച്ചേനെ. ഇത്തിരി പോന്ന ഓട്ടോറിക്ഷയില് ഒരു ലോറിയില് കൊണ്ടുവന്ന് ഒരു വലിയ കട്ടിലും എടുത്തോണ്ട് അത് അതിനകത്തുനിന്ന് കേറി. ഞാനിത് എടുത്തില്ല, കാരണം എന്റെ കയ്യിൽ നടരാജനായിരുന്നില്ല. ഞാനിങ്ങനെ എടുക്കും, എനിക്കത് എടുക്കണം എന്നുണ്ടായിരുന്നു. അത് എടുത്തിരുന്നെങ്കിൽ മൈ ഗോഡ്, എത്ര വണ്ടികളും എത്ര ആൾക്കാരാണെന്ന് രക്ഷപ്പെട്ടെന്നറിയാം. കാരണം അതിന്റെ തലയും വാലും ഓട്ടോറിക്ഷന്റെ പുറത്ത് 1 കിലോമീറ്റർ ദൂരത്ത്. അത് ഓരോ വണ്ടി അതിന്റെ അടുത്ത് വരുമ്പോഴും ഞാൻ എടാ പൊട്ടി. പക്ഷെ ഓട്ടോക്കാരന് ഒരു ടെൻഷനും ഇല്ല. ഞാനാണെങ്കിൽ ദൈവമേ ഇത് ആർക്കെങ്കിലും ഇന്നൊരു ഇടി കൊള്ളും. പക്ഷെ സേഫ് ആയിട്ട് അത് എത്തി. സേഫ് ആയിട്ട് എത്തിയപ്പോ നമ്മൾ കണ്ടുപിടിച്ച മറ്റേ കാര്യം എന്താണ്, മൂഞ്ചി. അതായത് ആ സ്റ്റാൻഡിൽ ആ പോസ്റ്റർ നിൽക്കൂല. ഇങ്ങനെ എല്ലാ പരിപാടിക്കും മുന്നേ ഉണ്ടാവും ഇങ്ങനെ നമ്മൾ വിചാരിക്കാത്ത ചില ട്വിസ്റ്റുകൾ. അങ്ങനെ ഒരു പരമ ട്വിസ്റ്റിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. കാർഡ്ബോർഡ് എത്തിയ അപ്പൊ ഞാൻ എന്താ സംഭവം കാണിച്ചു തരാം. ഇതാണ് നമ്മൾ കൊണ്ടുവന്ന ആ ഒരു സ്റ്റാൻഡ്. അപ്പൊ ഞാൻ ആലോചിച്ചാടെ ഇതിൽ എന്താണ് സംഭവം. ഇതിലൊരു പോസ്റ്റർ, അത് നമ്മൾ ഇടും. നമ്മൾ ഓക്കെ എന്നാ പോസ്റ്റർ കാണിക്കും. പോസ്റ്റർ ഇവിടെ. ഇനി ആ പോസ്റ്റർ എങ്ങനെ ഇടും എന്ന് ചോദിച്ചപ്പോ അവള് മേലോട്ട് നോക്കി കുറച്ചു നേരം. പിന്നെ നമുക്ക് മനസ്സിലായി അതിൽ ഇനി നമ്മൾ പണിയേണ്ടിയിരിക്കുന്നു. ഇതിന്റെ ടൈറ്റിൽ മൂഞ്ചൽ മോനിഷ. ഇതാണ് സംഭവം. ഇത് ഇവളുടെ മനസ്സിൽ ഇത് ഇങ്ങനെ വെച്ചിട്ട് നാളെ ആൾക്കാർ വരുമ്പോ കാണാനത്രേ. ഇത് എങ്ങനെ നിൽക്കും എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അതിനൊരു ഒരു സൊല്യൂഷൻ ഉണ്ടായിരുന്നു. നമുക്ക് നാളെ ഒരാളെ ഇങ്ങനെ നിർത്താം. അപ്പൊ നമ്മൾ എന്നിട്ട് ഫൈനലി ഡിസൈഡ് ചെയ്തു. നമ്മൾ ഒരു കാർഡ്ബോർഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ കാർഡ്ബോർഡിൽ അതിന്റെ ബാക്കിൽ നമ്മൾ ആ കാർഡ്ബോർഡ് ഇട്ടിട്ട് അതിനെ ഒന്ന് നിവർത്തി വെച്ച് നമ്മൾ ആ സ്റ്റാൻഡിൽ എങ്ങനെയെങ്കിലും ഇട്ടിരിക്കും എന്നുള്ളത്. ഈ ശില്പാപാലില്ലെങ്കിൽ കാണായിരുന്നു. നാളെ നീ വേറൊരു സെക്യൂരിറ്റിനെ അപ്പോയിന്റ് ചെയ്തേനെ ഇതും പിടിച്ചോണ്ട് നിക്കാൻ അവിടെ. ആര് നീയാണ് ഭക്ഷണം ഉണ്ടാകാൻ പോകുന്നത്? ഓ അങ്ങനെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് നാളത്തെ എല്ലാ കാര്യങ്ങളും അവളുടെ തലയിലാണ് ഗൈസ്. ഇങ്ങനെ വേണം അരങ്ങേറ്റം ചെയ്യാൻ. ഇത് ഈ വ്ളോഗിൽ എന്റെ 3ാമത്തെ ഔട്ട്ഫിറ്റ് ആണ്. ഞാന് ഒന്ന് ഉറങ്ങാൻ 5 മിനിറ്റ് കിട്ടുമെന്നുണ്ട്. രാവിലെ മുതൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. സോ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ കാണിച്ചു തരും. അങ്ങനെ ഈ ഒരു ഷീറ്റ് നിവർത്തി നിർത്തുക എന്നുള്ളതായിരുന്നു അടുത്ത ലക്ഷ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാമഗ്രികളൊക്കെ ഓർഡർ ചെയ്ത് പതുക്കെ പാട്ടൊക്കെ കേട്ടിട്ട് നമ്മൾ നല്ലൊരു വൈബിങ് മൂഡിലായിരുന്നു. പിന്നെ എനിക്ക് നല്ലൊരു ചെസ്റ്റ് കൺജഷൻ്റെ റിക്കവറി ആയതുകൊണ്ട് തന്നെ അവൾ ഇടയ്ക്കിടയ്ക്ക് ചുക്ക് കാപ്പി ഇട്ടിട്ട് എനിക്ക് തരുന്നുണ്ടായിരുന്നു. കാരണം അവളുടെയും കൂടെ ആവശ്യമായിരുന്നു എൻ്റെ ശബ്ദം ശരിയാവാന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ഫൈനലി സെറ്റാക്കി സംഭവം. അങ്ങനെ നമ്മുടെ പണി തീർന്നിരിക്കുകയാണ്.
നോട്ട് ബാഡ്. ഇനി ഇത് നമ്മൾ അതിലേക്ക് ഇടും. അപ്പൊ അതിൽ ഫിറ്റ് ആവോ എന്നുള്ളതാണ് നെക്സ്റ്റ് ചാലഞ്ച്. നമ്മൾ ഈ ക്രിയേറ്റിവിറ്റി ചെയ്തത് നമ്മുടെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ്, മേഘ്ന. She's the one who did it. ഓക്കെ, നോ പ്രോബ്ലം. ആരും കണ്ടില്ല. ഉണ്ടാവും തോന്നുന്നുണ്ട്. അതാ അവള് പറഞ്ഞ വുള്ളൻ ക്ലോത്ത് ത്രെഡ് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. കൊള്ളാം. വെരി ഗുഡ്. ക്രിയേറ്റീവ് ഹെഡ് ശില്പ ബാല. ഒരു മേഘ്ന ബിരിയാണി പറയൂ. വെൽക്കം മോം, യു ആർ ഓൺ മൈ വ്ലോഗ്. അയ്യോ ബദ്രേ. That is my co-anchor for tomorrow, Mr. Manish Manad. അതാണ് മനീഷ് വരൻ ഇൻട്രോ ഡാൻസ്. പരിപാടിന്റെ അന്ന് ബിഗ് ബോസ് എന്നാലും മിസ് ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കുന്നതാ. വണ്ടർഫുൾ. എനിക്ക് ശനിയാഴ്ച എപ്പിസോഡ് കണ്ടില്ല, ഇപ്പൊ തന്നെ കണ്ടു തീർക്കണം, അല്ലെങ്കിൽ സമാധാനം കിട്ടില്ല ആ പ്രോഗ്രാം ചെയ്യണം. അങ്ങനെ ഞാൻ റെഡിയായി. അപ്പോൾ 2 മണിക്കൂർ നേരത്തെ തന്നെ മോനിഷ പോയി അവിടെ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇരിക്കുന്നുണ്ട്. വെരി സിമ്പിൾ പർപ്പിൾ സാരിയാണ്. സാരി അധികം ഉടുക്കാത്തത്, അധികം കംഫർട്ടബിൾ അല്ലാത്ത ഞാനായതുകൊണ്ട് സാരി ഉടുക്കേണ്ട സാഹചര്യങ്ങളിൽ ഞാൻ എപ്പോഴും ലൈറ്റ് വെയ്റ്റ് സാരീസൊക്കെയാണ് എനിക്ക് വേണ്ടി രേഷായാലും ശബരി ആയാലും പിക്ക് ചെയ്യാറ്. സോ ഇത് രേഷാണ് ചെയ്തത്. അപ്പോൾ രശ്മി എനിക്ക് ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി എടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ നമുക്കിനി അവിടെ വെച്ച് കാണാം. അപ്പോൾ അവിടുന്ന് എനിക്ക് സ്റ്റേജിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമെന്നൊന്നും ഉറപ്പില്ല, പക്ഷേ ഉള്ളതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കാം. എന്നിട്ട് ഹോപ്പ് യു എൻജോയ് ദിസ് വ്ലോഗ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ. അങ്ങനെ ഡാൻസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് മനു അവളെ കുറച്ച് വാമപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യായിരുന്നു. ശരിക്കും എനിക്ക് ഒരു മൊമെൻ്റ് ആയിരുന്നു. പക്ഷേ ഇത് അവരെടുത്ത് ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും എന്നെ പുച്ഛിച്ച് തള്ളും. ഇല്ലാത്തവർക്കല്ലേ ഏട്ടന്മാരുടെ ഒക്കെ വില അറിയുള്ളൂ. In temples of South India especially, the Malari on the Nadaswaram also mark the commencement of daily worship rituals, characterized by certain set syllables like ta, dit, tom, nam, which are repeated in 3 different speeds. And in Tishram, Malaris have been recently adapted to the dance repertoire as invocatory pieces, much like their history in the temples. Today's Malari is set to Gambhira Nate Raga and Khanda Tripura Tala, choreography of Guru B. Bhanumati. Please welcome the star Monisha Menon with a huge round of applause, ladies and gentlemen. അങ്ങനെ ഫൈനലി നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ദിവസം ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു. ശരിക്കും നമ്മളെല്ലാവരും ഇമോഷണലായിപ്പോയി. മോനിഷ ലാസ്റ്റ് ചെയ്തത് ഹരിവരാസനം ഐറ്റമായിരുന്നു. അപ്പം ശരിക്കും അതും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കും നമ്മളടുത്ത സുഹൃത്തുക്കൾക്കും ഫാമിലിക്കൊക്കെ ഭയങ്കര ഇമോഷണലായി. അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടാണ് തോന്നിയ ഈ ഒരു മുഴുനീളം 2 മണിക്കൂർ അവൾ പെർഫോം ചെയ്തു എന്നുള്ളത്. അപ്പം എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ.